നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 മുതൽ SLC ബുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, അതിനുള്ള പ്രൊസീജിയർ എന്തെല്ലാമാണ്, എങ്ങനെ ശ്രദ്ധിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക, അതിനുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായും നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ബട്ടൺ കൂടി അമർത്തി വെക്കുക. നമ്മുടെ ആധികാരിക രേഖയാണ് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, SLC ബുക്ക്. നമ്മുടെ ഒരുപാട് ഗവൺമെൻറ് കാര്യങ്ങൾക്ക് നമ്മോട് ചോദിക്കുന്ന ഈ ഒരു SLC ബുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ കേടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ഇങ്ങനെ എടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് പിന്നീട് ഒറിജിനൽ രൂപത്തിൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും. പരീക്ഷാഭവനിൽ നിന്നാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുക. അതിനുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് രൂപത്തിലുള്ള നഷ്ടപ്പെടുകയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സർട്ടിഫിക്കറ്റ് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മെത്തേഡും, ഭാഗികമായാണ് നഷ്ടപ്പെട്ടതെങ്കിൽ നമ്മുടെ കേടുപാടുകൾ സംഭവിക്കുക, അതുപോലെ തന്നെ ഫോട്ടോ കേടുവരിക എന്നിങ്ങനെ സംഭവിച്ചതാണെങ്കിൽ മറ്റൊരു കാര്യമാണ് ഇതിൽ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ സ്ക്രീനിൽ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫോം കാണുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു ഫോമാണ് നമുക്കിതിന് ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫോമിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ ലിങ്ക് ഇത് കമൻറ്റ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ PDF നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അത് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മുടെ SLC ബുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഡാമേജ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഫോം വളരെ വ്യക്തമായി തന്നെ പൂരിപ്പിക്കുക. പിന്നീട് നമ്മൾ ഏത് സ്കൂളിൽ നിന്നാണോ പഠിച്ചത് ആ സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ SLC ഏത് സ്കൂളിൽ നിന്നാണോ കഴിഞ്ഞത് ആ സ്കൂളിൽ ബന്ധപ്പെട്ട് അവിടുത്തെ HM കണ്ടു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ HM ഇതിൽ ഫില്ലപ്പ് ചെയ്തോളും. HMൻ്റെ സീല്, സ്കൂളിൽ സീൽ അടക്കമുള്ള കാര്യങ്ങൾ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഫീസ് അടക്കണം. അത് നമ്മൾ ഓൺലൈൻ ചലാൻ വഴിയാണ് അടയ്ക്കേണ്ടത്. ഏതെങ്കിലും ട്രഷറി പോയി നിങ്ങൾക്ക് അത് ചലാൻ അടക്കാൻ സാധിക്കും. ആ ചലാൻ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ കൈവശം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത്. അതിനുശേഷം ഇത് സ്കൂളിൽ നിന്ന് തന്നെ ഇത് പോസ്റ്റൽ വഴി അയച്ചു കഴിഞ്ഞാൽ മാക്സിമം 2 മാസം കൊണ്ട് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റിൽ പോസ്റ്റൽ വഴി തന്നെ നമുക്ക് തിരിച്ച് ലഭിക്കും. ഇനി സർട്ടിഫിക്കറ്റ് നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ, നമ്മുടെ SLC ബുക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചധികം പ്രൊസീജിയറുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് PRD അംഗീകരിച്ച 2 പത്രത്തിൽ നമ്മൾ പരസ്യം കൊടുക്കുകയാണ്. എൻ്റെ ഇത്ര വർഷത്തെ SLC ഒക്കെ തിരിച്ചു കിട്ടാത്ത രൂപത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മളൊരു PRD പത്രത്തിൽ നമ്മൾ പരസ്യം ചെയ്യണം. ആ പരസ്യം വരുന്ന പത്രം നമ്മൾ കൈവശം വെക്കണം. പരസ്യം കൊടുത്ത് 15 ദിവസത്തിന് ശേഷം നമ്മൾ നമ്മുടെ ജില്ലാ മജിസ്ട്രേറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, അത് ഏതെങ്കിലും ഒരു വക്കീലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകൾ പൂർണ്ണമായും അവർ ചെയ്തു തരും. ഒരു അഫിഡവിറ്റ് തയ്യാറാക്കണം. ഇന്ന സമയത്ത് ഇന്ന രൂപത്തിലാണ് നമ്മുടെ SLC ഒക്കെ നഷ്ടപ്പെട്ടു പോയതെന്ന് പറഞ്ഞ് നമ്മൾ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കണം. അതിൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടിൻ്റെ സ്റ്റാമ്പ് അടക്കമുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സ്വന്തമായി ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വക്കീലുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ജില്ലാ ആസ്ഥാനത്തുള്ള കോടതിയുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു വക്കീൽ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ പത്രപരസ്യവും ഈ വക്കീലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അഫിഡവിറ്റും, അതുപോലെ തന്നെ നമ്മൾ ചലാൻ അടക്കുമ്പോൾ നമുക്ക് റെസീറ്റ് ലഭിക്കും. നമ്മൾ മുകളിൽ പറഞ്ഞിരുന്നു 2 രൂപത്തിലും നമ്മൾ ചലാൻ അടക്കണമെന്നുള്ള കാര്യം. ഈ ചലാൻ അടച്ച റെസിപ്റ്റ് നമ്മൾ കൈവശം വെക്കുക. ഈ 3 രേഖയോടൊപ്പം തന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിരുന്ന ഈ ഒരു PDF ഫയലുണ്ട്, ഒരു ഫോമുണ്ട്. ആ ഫോം വളരെ കൃത്യമായി തന്നെ പൂരിപ്പിക്കുക. അത് തെറ്റുകളോ കുറ്റങ്ങളൊന്നും വരരുത്. അതും അതിൽ വ്യക്തമായി തന്നെ എഴുതിയതിന് ശേഷം സ്കൂളിൽ നിന്ന് സീൽ അടിച്ച ശേഷം ഈ ഒരു സംഭവങ്ങളെല്ലാവരും നമ്മൾ പരീക്ഷാഭവനക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ പിന്നീട് നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് തരുന്നതാണ്. ഇത് നമ്മൾ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ച സ്കൂളിൽ മുഖാന്തരമാണ് നമ്മളത് അയക്കേണ്ടത്. നമ്മൾ പഠിച്ച രജിസ്റ്റർ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ രേഖപ്പെടുത്തണം. SLC ബുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഠിച്ച SLC ബുക്കിൻ്റെ രജിസ്റ്റർ നമ്പർ അറിയില്ലെങ്കിൽ നമ്മൾ സ്കൂളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ നമ്പറും മറ്റു കാര്യങ്ങളും നൽകുന്നതാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ ശേഷം അത് അയക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം കാണിച്ച ഫോമിൽ ഒരു ഭാഗം വിട്ടുകളയരുത്. എല്ലാ ഭാഗത്തും വളരെ വ്യക്തമായി തന്നെ വൃത്തിയിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പത്രത്തിൻ്റെ മുഴുവൻ കട്ടിങ്സും അതിൽ വെക്കണം.
സ്റ്റാമ്പ് പേപ്പർ അടക്കമുള്ള കാര്യങ്ങൾ അത് രജിസ്റ്ററിന് ശേഷം നമ്മൾ അയച്ചാൽ കഴിഞ്ഞാൽ മതി. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടെങ്കിൽ, ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് SSLC ബുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായി നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാൻ സാധിക്കും. നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് വരുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. ഇപ്പോൾ തൽക്കാലത്തേക്ക് യൂട്യൂബിൽ മാത്രമാണ് ഈ സൗകര്യം നിലവിലുള്ളത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇതേ വീഡിയോ യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഒരു കാരണവശാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറുകൾ അതല്ലെങ്കിൽ വിലപ്പെട്ട മറ്റു രേഖകളൊന്നും കമൻറ്റ് ബോക്സിൽ ഒരിക്കലും അയക്കുകയും ചെയ്യരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ